ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം പലരും ജീവിതത്തിൽ പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലേ. അപ്പോൾ ഒറ്റപ്പെട്ടു പോവുക, അതായത് അത് പ്രായമാകുമ്പോൾ കൂടുതലായിട്ടും ഇപ്പം മക്കളൊന്നും കൂടെ ഇല്ലാത്ത പാരൻസ്, ഇപ്പം ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോവുകയോ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഡിവോഴ്സ് ആയവർക്കാണെങ്കിലും പ്രായമായി കഴിയുമ്പോൾ അവർ വീട്ടിൽ തനിയെ ആകുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകും അല്ലേ. ഇനി വീട്ടിൽ നിറയെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം പ്രായമായ കാരണവന്മാരെ അംഗീകരിക്കാൻ പറ്റാത്ത ചില കുടുംബാംഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വന്നു പോകും. കാരണം അവർ ചെയ്യുന്നതും പ്രായമായി കഴിയുന്ന ആൾക്കാർക്ക് ഇച്ചിരി ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെ കൂടുതൽ അവരെന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ അവഗണിച്ച് വിടാൻ പറ്റാതെ വരുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ടെന്ന് ആൾക്കാർക്ക് ഇടയിൽ. അപ്പോൾ ഈ ഒറ്റപ്പെടലിനെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ചിലരൊക്കെ ഒറ്റപ്പെടൽ വന്നു കഴിയുമ്പോഴത്തേനും മെന്റലി ഡൗൺ ആയി പോകും. അവർക്കൊന്നും ചെയ്യാൻ ഉത്സാഹമില്ലാതെ അവർ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് മാനസികമായ നമ്മുടെ വിഷമം നമുക്ക് ശാരീരികമായ അസുഖങ്ങളിലേക്കും നയിക്കും. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരൊക്കെ ഇപ്പം പലരുണ്ട്. ചിലർ വീട്ടിലിരിക്കാൻ പുറത്തോട്ട് ഇറങ്ങി അധികം പോകാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മനസ്സ് വ്യാപൃതമാക്കുക. പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കൈത്തൊഴിലുണ്ടെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാം, എന്തെങ്കിലും എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് എഴുതാം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രായമായാണെങ്കിലും എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നവരുണ്ട്, എന്നെ പോലെ. ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായില്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്കിപ്പം ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, എനിക്കൊരു ബാക്കിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയപ്പം ഞാൻ കൂടുതൽ ഈ യൂട്യൂബിൽ ആക്റ്റീവ് ആകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്തും അതിനെക്കുറിച്ചുള്ള പ്രോഗ്രസ് നോക്കി അങ്ങനെ നമുക്കൊരു എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പിന്നെ അങ്ങനെ താല്പര്യമുള്ളവർക്ക്, ഞാനിങ്ങനെ നേരത്തെ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു, പക്ഷെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്കതൊരു താല്പര്യമായിട്ട് വന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്നത്, ചെറുതോ വലുതോ ആയ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഏതെങ്കിലും രീതിയിൽ ഇപ്പം കുറച്ച് സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉള്ളവരാണ്, അവര് സ്ത്രീകളാണെങ്കിൽ സുഹൃത്തുക്കൾ, ഇപ്പൊ അങ്ങനെ നമ്മുടെ ഒരേ അവസ്ഥയിലുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ. അല്ലെങ്കിലും നമുക്ക് അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലൊക്കെ യാത്രയൊക്കെ പോകാനൊക്കെ നമുക്കൊരവസരം കിട്ടുവാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾ പിന്നെ എപ്പോഴും ഇനി നെഗറ്റീവ് കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർ കാണുകയല്ലേ. അത് ഏത് മനുഷ്യരും പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷവാന്മാരാണ്, സന്തോഷവതികളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ കുടുംബത്തിലെ കാര്യം, അവരുടെ വീടിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാകില്ല. എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ വിഷമമുള്ള കാര്യങ്ങൾ, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഒന്നെങ്കിൽ അസുഖമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ മക്കളുടെ കാര്യങ്ങളായിരിക്കും, ഭർത്താവിൻ്റെ കാര്യങ്ങളായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾ കാണും. അപ്പം നമ്മൾ എപ്പോഴും ഈ വിഷമങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിനെ നേരം കാണുള്ളൂ. നമ്മുടെ മനസ്സിന് ഈ വിഷമകരമായ കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കത്തോറും നമ്മുടെ മനസ്സിന്റെ ഉന്മേഷം എല്ലാം കുറഞ്ഞു വരും അല്ലേ. നമ്മളിങ്ങനെ ആകുലതപ്പെട്ടുകൊണ്ടിരിക്കും. ആകുലപ്പെടുന്നതനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ വിഷമിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഹോർമോണുകൾക്ക് വ്യത്യാസം വരും കേട്ടോ. അപ്പം നമ്മൾ
നല്ല പിന്നെ സന്തോഷകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ വേറൊന്നും ഇല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും TV-യിലോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കരച്ചിൽ പ്രോഗ്രാമൊന്നുമല്ല, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും. ഈ ഹാപ്പി ഹോർമോൺസ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു നമ്മുടെ മൂഡൊക്കെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയുണ്ടല്ലോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് താല്പര്യമുള്ളവർ അങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിന് സമാധാനം കണ്ടെത്തുക. പക്ഷെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് ഒരു സമയം കണ്ടെത്തണം. നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന, നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുക. അല്ലെങ്കിൽ ആൾക്കാരോട് നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളോട് ഫോൺ വഴിയാണ് പോലും സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ പ്രായമായി കഴിയുമ്പോൾ കുറേ പേരുണ്ട്, പ്രായമായി കഴിയുമ്പോൾ എല്ലാവർക്കും എന്നാ ചെറുപ്പത്തിലെ പോലെ നമുക്ക് ഓടി നടക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഇച്ചിരി നമുക്കൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ അതിനെ തരണം ചെയ്ത് ഇതെല്ലാം നമ്മൾ കുറേയൊക്കെ അങ്ങ് അവഗണിച്ച് വിടണം. സാരമില്ല, എന്നാലും നമുക്ക് നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ ആശ്വാസം വരും. നമുക്ക് ഇത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ, ഇതിലും എന്തോരം കഷ്ടപ്പെട്ട ആൾക്കാർ മുന്നോട്ട് പോകുന്നേ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മുടെ കുറവുകളെ എല്ലാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാതെ നമുക്ക് ഉള്ള കാര്യങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ട് അതിന് മുൻതൂക്കം കൊടുത്ത് അത് കണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷവും സമാധാനമൊക്കെ തോന്നും. പിന്നെ ഏകാന്തത മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടാ. തന്നെത്താനാണെങ്കിൽ ഇപ്പം അവനവന് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പണികളൊക്കെ ചെയ്യുക, സ്വയം ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറേ സമയമൊക്കെ അങ്ങനെ ചിലവാകും. നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പോഴത്തെ കാരണവന്മാരായിട്ട് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവരൊക്കെ അങ്ങനെയുള്ള ഒരു കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പം കാലം മാറി വരുന്നതനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒത്തിരി പേരുണ്ട്. ഇവിടെ മക്കളാണേലും പേരൻസിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ വിദേശത്ത്, മക്കളൊക്കെ വിദേശത്തായിരിക്കും. അപ്പം കാരണവന്മാർ ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കും. അപ്പോൾ അവർക്കും ഇങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് സമയം പോകാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. ഇത് TV ഇല്ലെങ്കിൽ TV, നല്ല ഫോണ്, ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഫോണിലാണെങ്കിൽ തന്നെ ഇപ്പം ഏത് കാര്യങ്ങളാണേലും ഇപ്പം സിനിമ ആണേൽ സീരിയലുകളെ കുറിച്ച് ഇപ്പോൾ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. അത് പറയുന്നതിൽ സീരിയൽ നമുക്ക് എല്ലാ സീരിയലും ഒന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം തോന്നത്തില്ല അല്ലേ. ചില സീരിയലുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ നമുക്ക് തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയി പോവും. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെയുള്ളത് കാണാതെ നമുക്ക് ഇപ്പം വല്ല തമാശ പ്രോഗ്രാമോ അങ്ങനെയുള്ള നമുക്ക് ചിരിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നല്ലൊരു ഒരു നല്ലൊരു സന്ദേശമുള്ള ഒരു നല്ലതായിട്ടുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് തരുന്ന ഒരു സീരിയലോ കാര്യങ്ങളോ സിനിമയോ പിന്നെ ചർച്ചകൾ, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കണം. അത് മനസ്സിന് നല്ലൊരു നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരും. ഒരു പോസിറ്റീവ് എനർജി കിട്ടിയാൽ തന്നെ നമുക്ക് കുറേയും കൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ പോലും കുറേയൊക്കെ നമുക്ക് മറക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും പോസിറ്റീവായിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് പറ്റുന്നത്ര അവഗണിച്ച് വിട്ടിട്ട് പോസിറ്റീവ് കാര്യങ്ങളെ നമ്മൾ കൂടുതലായിട്ടും നോക്കിക്കാണാൻ ശ്രമിക്കണം. നല്ല നല്ല വർത്താനം എല്ലാവരോടും പറയുക. പിന്നെ നമുക്ക് ദേഷ്യവും അരിശവും വന്നാലും നമ്മൾ കുറേയൊക്കെ അങ്ങനെ കണ്ടമാനം ദേഷ്യപ്പെട്ടിട്ട് ചെറുപ്പകാലത്തൊക്കെ ചിലർക്ക് നമുക്കൊക്കെ ദേഷ്യമൊക്കെ ചിലപ്പോൾ പിടിക്കാൻ നിൽക്കില്ല. പക്ഷെ പ്രായമായി വരുന്തോറും കൂടുതൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇച്ചിരി പക്വതയൊക്കെ വരുത്താൻ ശ്രമിക്കാം. അങ്ങനെ പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും അന്നേരം ഇല്ലല്ലോ. അപ്പം നമ്മൾ ഒരു ശാന്തമായ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. മക്കളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അങ്ങോട്ട് ഇടപെട്ട് അതിനെക്കുറിച്ച് വറി ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും
നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വേവലാതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇപ്പം പ്രായമായി കഴിഞ്ഞ് നമ്മുടെ കാര്യം നോക്കുക. മക്കളൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ കൂട്ടത്തേക്ക് വർത്താനം പറയുകയോ കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഉള്ള മക്കൾ ഇപ്പം പിള്ളേരൊക്കെ വരുന്ന സമയത്തൊക്കെ ഇപ്പം ദൂരെയാണേലും വരുന്ന സമയത്ത് അല്ലെ കൊച്ചുമക്കളുണ്ട് അവരോടൊക്കെ വർത്താനം പറയുകയോ കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അവരെ നിയന്ത്രിക്കാനൊന്നും പോകാതിരിക്കുക. അങ്ങനെ വരുമ്പോഴും അവർക്ക് നമ്മളോട് ഇഷ്ടക്കേട് വരും. അത് പിന്നെ നമുക്ക് മനപ്രയാസത്തിന് കാരണമാകും. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളിലും എല്ലാവരോടും സ്നേഹമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ എന്നാ ആരോടും പിണങ്ങി അതോ ദേഷ്യപ്പെട്ടോ വർത്താനം പറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരെ നമ്മളോട് സംസാരിക്കാൻ മടി കാണിക്കത്തില്ല. നമ്മൾ ദേഷ്യപ്പെടുകയോ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചോദിക്കുന്നതിന് മുറിച്ച പോലെയുള്ള മറുപടി പറയുകയോ ചെയ്യുന്നവരാണെങ്കിൽ ആൾക്കാർക്ക് വർത്താനം പറയാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോഴും നമ്മൾ കൂടുതൽ ഒറ്റപ്പെട്ടു പോകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിന് കുറേയൊക്കെ സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്പം വീട്ടിൽ തന്നെയാണ് ഞാൻ കൂടുതലും ഇരിക്കുന്നത്. പുറത്തോട്ട് അങ്ങനെ ഒത്തിരി ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. പക്ഷെ വീട്ടിൽ തന്നെ ഇരുന്നാലും എനിക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കും, അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നല്ല എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് കുറേ സമയമൊക്കെ എടുക്കും. അങ്ങനെ നമ്മുടെ സമയം അങ്ങ് പൊക്കോളും. പിന്നെ കുറേ എന്തെങ്കിലും നല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫോണിനകത്താണല്ലോ കമ്പ്യൂട്ടറിനകത്താണല്ലോ അങ്ങനെയൊക്കെ കാണും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമയം ചുമ്മാ അകലപ്പെട്ടുകൊണ്ടിരിക്കാനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്കത് മനസ്സിൽ വരുമെങ്കിലും അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റി വിടണം. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.